ഗായ്സ് നമ്മളങ്ങനെ വട്ടവടയ്ക്ക് പോവുകയാണ്. നമ്മുടെ മൂന്നാർ യാത്രയുടെ മൂന്നാമത്തെ പാർട്ടാണിത്. ട്രിപ്പ് പോയി വന്നിട്ട് 2 മാസം ആവാറാകുന്നു. ഇപ്പോഴാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടിയത്. കുറച്ചധികം തിരക്കിൽ പെട്ടുപോയത് കൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും വൈകിയത്. കുറച്ച് പേരൊക്കെ വീഡിയോ എവിടെയെന്ന് എന്നോട് അന്വേഷിച്ചിരുന്നു. അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം എനിക്ക് തോന്നിയിരുന്നു. പാമ്പാടുശോല നാഷണൽ പാർക്ക് കോട്ടേജിൽ നിന്ന് നമ്മളൊരു 8 മണിക്ക് മുമ്പായിട്ട് വട്ടവടയ്ക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു. ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വെക്കേറ്റ് ചെയ്യാതെയാണ് നമ്മൾ നേരെ വട്ടവടയ്ക്ക് പോകുന്നത്. മൂന്നാറിലേക്ക് ഇതിനു മുമ്പ് പലതവണ വന്നിട്ടുണ്ടെങ്കിലും വട്ടവട ഇതാദ്യമായിരുന്നു. എന്താണെന്നറിയാവോ? ദൂരെ കിഴക്കുതിച്ചു ഞാനിന്നെടുത്തു വെച്ച്. വട്ടവടയിലേക്ക് പോകുന്ന വഴി റോഡിന്റെ ഇരുവശങ്ങളിലും നമുക്ക് നല്ല ഉയരത്തിലുള്ള മരങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. ഈ മരങ്ങൾ കണ്ടപ്പോൾ അമ്മയുടെ മനസ്സിൽ ദൂരെ കിഴക്കുതിച്ച് എന്നുള്ള ചിത്രത്തിലെ പാട്ട് തന്നെ ഓർമ്മ വന്നിട്ടുണ്ടാവണം. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് ഒക്കെ താണ്ടി വട്ടവട എത്തിയിട്ടുണ്ട്. വട്ടവടയിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രോബെറി ഫാം വിസിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ ഒരു സ്ഥലം വരെ നമ്മുടെ വണ്ടിക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഇവരുടെ ജീപ്പിലും ട്രക്കിലും ഒക്കെ ആയിട്ട് വേണം നമ്മൾ പോകാനായിട്ടുള്ളത്. ഒരു ജീപ്പിൽ പോകാനായിട്ട് 2500-3000 രൂപ വരെയൊക്കെയാണ് അവർ ചോദിക്കുന്നത്. കുറച്ച് റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്നും അവർ പറയുന്നുണ്ടായിരുന്നു. ജീപ്പുകാർ പറയുന്നത് അതേപടി വിശ്വസിക്കാൻ ഇത്തിരി മടി തോന്നിയിരുന്നു. അതുകൊണ്ട് അടുത്തുള്ള കടയിൽ എന്താണ് ഇവിടുത്തെ വിവരം, നമ്മുടെ വണ്ടി അവിടെ പോകുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടക്കാരോടൊന്ന് ചോദിക്കാമെന്ന് കരുതി. ഇവരധികം കാര്യം അങ്ങനെ വിട്ടു പറയുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സ്ട്രോബെറി ഫാം അടുത്തൊരെണ്ണം ഉണ്ട്, അത് നിങ്ങൾക്ക് ഈ ജീപ്പിലല്ലെങ്കിലും നടന്നാണെങ്കിലും നിങ്ങളുടെ വണ്ടിയിലാണെങ്കിലും പോകാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. കാറ് പോകുന്ന അല്ല നമ്മുടെ കാറിന് പോകാൻ പറ്റുമോ? ആണോ? അത് അതൊന്ന് റൈറ്റ് പോകണം. വട്ടവടയിൽ സ്ട്രോബെറി ഫാം മാത്രമാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജീപ്പുകാരുടെ കൂടെ പൈസ മുടക്കി പോകാനൊരു ഇൻട്രസ്റ്റ് നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല നമുക്ക് റൂം വെക്കേറ്റ് ചെയ്ത ഒരു സമയത്തിനുള്ളിൽ ഇറങ്ങുകയും വേണം. അപ്പോൾ പിന്നെ എന്തായാലും സ്ട്രോബെറി ഫാം ഇവിടെ അടുത്ത് കണ്ട് നമ്മൾ തിരിച്ചു പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ ചേച്ചിയോട് ഇത്രയും വർത്താനം പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് സ്ട്രോബെറി ഫാം കാണാനായിട്ട് പോവാം. നമ്മുടെ ആ ചേച്ചിയുടെ ചായക്കടയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ താഴേക്കൊരു റോഡുണ്ട്. ആ റോഡ് ഇറങ്ങി വരുമ്പോഴാണ് ഇവിടെ ആദ്യം ഒരു സ്ട്രോബെറി ഫാം കാണുന്നത്. ഞാനും അമ്മയും ആദ്യം തന്നെ കാറിൽ നിന്ന് പുറത്തിറങ്ങി ഫാമിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. കാറൊന്ന് ഒതുക്കി പാർക്ക് ചെയ്യുന്ന സർക്കസാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചു നേരം നമ്മൾ അങ്ങനെ അവിടെ കാത്തു നിന്നു. പക്ഷേ അങ്ങനെ ആരും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫാം അവിടെ ഓപ്പൺ ആക്കിയിട്ടില്ല. ഒരുപക്ഷെ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം അവർ വരുന്നതെന്ന് തോന്നുന്നു. അതോ ഇനി തൽക്കാലത്തേക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോയതാണോന്നും അറിയില്ല. നമ്മൾ എന്തായാലും കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ കാർ അത്രയും കഷ്ടപ്പെട്ട് പാർക്ക് ചെയ്തത് വെറുതെ ആയിരുന്നു. നമ്മൾ അവിടെ നിന്ന് നേരെ അടുത്തൊരു സ്ട്രോബെറി ഫാമിലേക്ക് പോയി. ഗൈസ്, ആ ചേച്ചി നമ്മളോട് ഫാം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ? ഈ ചേച്ചി ഞങ്ങളോട് ആദ്യം വന്ന് സംസാരിച്ചതും ഞങ്ങളെ വെൽക്കം ചെയ്തതും തന്നെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായാലും കയറാമെന്ന് കരുതി. പൂവ ചേച്ചിയുടെ സംസാരം ഭയങ്കര ജെന്യുവൻ ആയിട്ടാണ് തോന്നിയത്. ആൾ ഒട്ടും മായം കലർത്താതെ വളരെ നീറ്റായിട്ടാണ് സംസാരിച്ചതും. ഹാർവെസ്റ്റ് കഴിഞ്ഞതുകൊണ്ട് തന്നെ സ്ട്രോബെറീസ് അധികം കിട്ടില്ല. വൈനും ജാമും അങ്ങനെ മറ്റു കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്ട്രോബെറി ഫാം വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ചേച്ചി ഞങ്ങൾ അകത്തേക്ക് വിളിച്ചത്. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി സ്ട്രോബെറികൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നില്ല. എന്നാലും ചെടിയിലൊക്കെ അവിടെ ഇവിടെയായിട്ട് കുറച്ച് സ്ട്രോബെറികൾ കാണുന്നുമുണ്ട്. മൂന്നാർ വന്നിട്ട് അമ്മ എന്തിനാ ഇങ്ങനെ കൊടചൂടി നടക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചിരുന്നു. കാരണം ഈ വെയിലിനൊന്നും അത്ര കാഠിന്യമൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത്. എൻ്റെ ലൈഫിൽ ഇതേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫാമിൽ നിന്ന് ഡയറക്റ്റ് പറിച്ചെടുത്ത ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്ട്രോബെറി കഴിക്കുന്നത്. ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ തുടങ്ങിയതിന് ശേഷം ഇതുപോലെയുള്ള ചെറിയ മൊമെന്റ്സ് ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് ചെറിഷ് ചെയ്യാറുണ്ട്.
ഈ ചെറിയ കാര്യങ്ങളൊന്നും ലൈഫിൽ അത്ര ചെറുതല്ല എന്നും ഇതൊക്കെ വലിയ കാര്യങ്ങളാണെന്നുള്ളൊരു റിയലൈസേഷനാണ് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ തുടങ്ങിയതിന് ശേഷം തോന്നിയിട്ടുള്ളത്. പുള്ളിക്കാറ്റുണ്ടോന്ന് അറിയില്ല. ബീട്രൂട്ട് നമ്മൾ പറിച്ചു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് കുറച്ച് സമയം ക്യാരറ്റാണെങ്കിൽ അവിടെ നിന്ന് ചെറുതായിട്ട് ഉള്ളിൽ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത്ര മധുരമില്ല. ഇത് കുറച്ചുകൂടെ ഫ്രഷ് അല്ലേ? ഇത് നമുക്ക് 2 ദിവസം 3 ദിവസം നിൽക്കുള്ളൂ. നമ്മുടെ ഇവിടുത്തെ പഴം കൂടുതൽ നിൽക്കില്ല. ചെടിയിൽ നിന്ന് ഒരാഴ്ച നിൽക്കും. അല്ലാതെ നമ്മൾ പറിച്ചു വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം നിൽക്കുള്ളൂ. ഇത് മരുന്നൊന്നും ഇല്ലാത്ത കാരണം കേടാകും. അതിൽ മഴ പെയ്താൽ ഒരു മാതിരി മെൽറ്റ് ആകാൻ തുടങ്ങും. മഴയില്ലെങ്കിൽ നമുക്ക് ഒരാഴ്ചയൊക്കെ നിൽക്കും സ്ട്രോബെറി. ഇതിന്റെ സീസൺ അങ്ങനെയല്ല. നമ്മൾ പൊതുവെ മോൾസിലോ അല്ലെങ്കിൽ ഫ്രൂട്ട് ഷോപ്പിലോ ഒക്കെ പോകുമ്പോൾ സ്ട്രോബെറീസ് ഇരിക്കുന്നത് കാണാം. പക്ഷെ ആ ഒരു ടേസ്റ്റ് അല്ല ഈ സ്ട്രോബെറിക്ക്. നമ്മൾ അങ്ങനെ കഴിക്കുന്ന സ്ട്രോബെറിക്ക് ഒരു വാടിയ ഒരു ടേസ്റ്റാണ് തോന്നുന്നത്. പക്ഷേ ഈ ഒരു സ്ട്രോബെറി ഒത്തിരി ഭയങ്കര മധുരമല്ല, പക്ഷേ ഇതിൻ്റെ ഒരു റിയൽ ഒരു ഫ്രഷ് ടേസ്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിപ്പോൾ പ്ലാന്റിൽ നമ്മൾ സ്ട്രോബെറി പിടിച്ച് കിടക്കുകയാണ്. ആൻഡ് ഇതാണ് സ്ട്രോബെറിയുടെ ഫ്ലവർ. ഈ വൈറ്റ് ഫ്ലവർ ഇതാണ് സ്ട്രോബെറിയുടെ ശരിക്കും പൂവ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു സ്ട്രോബെറി ഫാം ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്നതും ഒരു സ്ട്രോബെറി പ്ലാന്റിനകത്ത് തന്നെ പിടിച്ചു കിടക്കുന്നതൊക്കെ കാണുന്നതും ആദ്യമായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കാം, പക്ഷെ എനിക്കിതൊക്കെ കാണുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തരുന്നതാണ്. ഇവിടുന്ന് നല്ല ഹോം മെയ്ഡ് ആയിട്ടുള്ള സ്ട്രോബെറി, പാഷൻ ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നിങ്ങനെയൊക്കെയുള്ള ജാമും അതുപോലെ സ്ട്രോബെറിയുടെ വൈനും ഒക്കെ നമുക്ക് കിട്ടും. കുറച്ച് ഇവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ടും തരും കേട്ടോ. ഇത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വാങ്ങാനായിട്ടും തോന്നും. അപ്പോൾ സാധനങ്ങളുണ്ട്, വാങ്ങിച്ചു കുടിക്കുന്നു. എനിക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഇരിക്കുന്ന വൈനിന് 100-200 രൂപ എന്തോ ആണ്. അതിനേക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയൊരു വൈനും കൂടെ ഉണ്ടായിരുന്നു. അതൊരു ചില്ല് ബോട്ടിലാണ് ഇരിക്കുന്നതിന്. അതാണ് 500-600 രൂപ എന്തോ ആണ്. പ്ലാസ്റ്റിക് ബോട്ടിലെ വൈന് കുറച്ചും കൂടെ ഒരു ഷുഗേർഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. എന്നാൽ ചില്ല് ബോട്ടിലിരുന്ന വൈന് കുറച്ചും കൂടെ ഒരു നാച്ചുറൽ വൈൻ്റെ ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. വൈൻ്റെ പോലെ തന്നെ 2 ക്വാളിറ്റിയിലുള്ള ജാമും നമുക്ക് അവൈലബിൾ ആണ്. എന്തായാലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പൂവച്ചേച്ചിയുടെ ഫാമിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ചെറിയ തോടും അതിൻ്റെ അപ്പുറത്ത് മനോഹരമായൊരു പുൽത്തകിടിയും കണ്ടു. അങ്ങനെ ആ ഒരു പുൽമേടിൽ ഒറ്റയ്ക്കൊരു ചെറിയ കുതിര സമാധാനത്തോടെ പുല്ല് മേഞ്ഞു നിൽക്കുന്നത് ഞാനിങ്ങനെ നോക്കി നിൽക്കായിരുന്നു. അപ്പോഴാണ് പുറകിൽ നിന്ന് ആരോ വിളിച്ചു പോകുന്നത് കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഉണ്ട് ഒരു ചേച്ചി ഫാം കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടോ, സ്ട്രോബെറി വൈൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്തായാലും വന്ന സ്ഥിതിക്ക് ഒന്ന് കയറി കളയാന്ന് കരുതി. റിവ്യൂ പറയൂ. ഫ്രഷ് ആണോ അച്ഛാ? ഇവിടെ ഇവർക്ക് സ്ട്രോബെറി മാത്രമല്ല മറ്റു ചില കൃഷികളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ബീൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞത് ഇത് റോ ആയിട്ട് കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഈ ചേച്ചിയുടെ ഫാമിന്റെ പേര് വിജി ഫാം എന്നാണ് കേട്ടോ. ചേച്ചിയുടെ പേര് തന്നെയാണ്. ഇവരുടെ ഫാമിൽ കുറച്ച് സൂര്യകാന്തി നിപ്പുണ്ടായിരുന്നു. ഒത്തിരി ഒരു വലിയ തോട്ടമൊന്നുമല്ല, എങ്കിലും കുറച്ച് ചെടികൾ ഇതാ ഇങ്ങനെ നിപ്പുണ്ട്. ആ കാണുന്ന വീട്ടിൽ നിന്നാണ് നമ്മളിപ്പോൾ ബീൻസ് ഒക്കെ വാങ്ങിച്ചത്. നമ്മൾ ആ സൈഡ് സീനിൽ അവിടെ സൈഡൊക്കെ കണ്ടുകൊണ്ട് നിന്ന സമയത്ത് ആ ചേച്ചി വിളിച്ചതാണ് നമ്മളെ. ആ ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? ഏക്കറിന് 3000 രൂപയ്ക്കാണ് എറണാകുളം ടീം ഈ കാണുന്ന കുറേ സ്ഥലങ്ങളൊക്കെ വാങ്ങിയതെന്ന്. എറണാകുളത്തിൻ്റെ അടുത്തിത്ര കിടന്നിട്ട് നമുക്കൊന്നും ഈ ബുദ്ധി തോന്നിയില്ലല്ലോ എന്നാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ എന്തായാലും അതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ 2 ഫാമിൽ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അമ്മ ഒരു സ്ട്രോബെറി തൈയും വാങ്ങിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് മടങ്ങുന്നത്. പിന്നീട് നമ്മളിതാ റൂമിൽ വന്ന് വെക്കേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് എക്കോ പോയിന്റിലേക്കാണ്. റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നത് ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. മൂന്നാറിൻ്റെ തന്നെ ഒരു ഹയസ്റ്റ് പോയിന്റ് എന്നാണ് ടോപ്പ് സ്റ്റേഷൻ അറിയപ്പെടുന്നത്. 5500 ഫീറ്റ് എബോവ് സീ ലെവലാണ് ടോപ്പ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തമിഴ്നാടിൻ്റെ ഭാഗമാണ് ടോപ്പ് സ്റ്റേഷൻ എന്നുള്ളത്. തമിഴ്നാടിൻ്റെ തേനി ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമാണ് ടോപ്പ് സ്റ്റേഷൻ. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തേയില തമിഴ്നാട്ടിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് ടോപ്പ് സ്റ്റേഷൻ വഴിയായിരുന്നു. വട്ടവട കാണാൻ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഈ ടോപ്പ് സ്റ്റേഷൻ മിസ്സാക്കാറില്ല. ഇത്തവണത്തെ യാത്രയിൽ ഒത്തിരി നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് എല്ലാം ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ മുന്നേ ഉള്ള 2 വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ ഫോണിൻ്റെ സ്പേസിൻ്റെ പരിമിതി കൊണ്ടായിരുന്നു. ടോപ്പ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഒരു സൈഡിലായിട്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ടിട്ട് പിന്നീട് അവിടെ നിന്ന് നടന്നാണ് നമ്മൾ വരേണ്ടത്. ഈ നടന്ന് വരുന്ന വഴിയിലൊക്കെ നമുക്ക് ഒത്തിരി കടകളൊക്കെ കാണാൻ സാധിക്കും.
ഞങ്ങൾ ആ വഴി വരുമ്പോൾ അവിടെ ഒരു വലിയ സീതപ്പഴം വിൽക്കുന്നത് കണ്ടിരുന്നു. അതായത് നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതിൽ നിന്നും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റാർഡ് ആപ്പിൾ ആയിരുന്നു അത്. ആൻഡ് അതിന് അടിപൊളി ടേസ്റ്റും ആയിരുന്നു. അതായത് നല്ല മധുരവുമായിരുന്നു, പിന്നെ നല്ല ഫ്രഷും ആയിരുന്നു. എൻ്റെ ഫോണിൽ കുറച്ചും കൂടി സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തോരം കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാമായിരുന്നു. പിന്നെ പോരുന്ന വഴി ഞാൻ ഇവിടെ നിന്നൊരു ഡ്രീം ക്യാച്ചറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ടോപ്പ് സ്റ്റേഷനിൽ അധികം വിശേഷങ്ങളൊന്നും പറയാനാവാതെ നമ്മൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് എന്നെ കൂടാതെ എൻ്റെ വീട്ടിലെ മറ്റ് വ്ളോഗർമാരെയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇരവികുളത്തേക്കുള്ള പാതയിലാണ്, വഴിയിൽ കണ്ടതാണ്. യാത്രകൾ തുടരുകയാണ്. കാറിലിരിക്കുന്ന ഓരോരുത്തരും വ്ളോഗിനെ കുറിച്ചും എൻ്റെ വീഡിയോസിനെ കുറിച്ചും എന്നെക്കാൾ ഏറെ കോൺഷ്യസ് ആണെന്നുള്ളതിന്റെ തെളിവാണ് ഇതൊക്കെ. വരാൻ പറ്റുന്നതിനൊക്കെ വ്ളോഗിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച വീഡിയോ വേണമെന്ന് ഉണ്ണിച്ചേട്ടനും, ഇട്ട ഡ്രസ്സ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരരുതെന്ന് അച്ഛനും, തേയിലത്തോട്ടത്തിന്റെ നടുവിൽ പോയി നിന്നിട്ടുള്ള വീഡിയോസ് വേണമെന്ന് അമ്മയും, നല്ല ആംഗിളിൽ വീഡിയോസ് ക്യാപ്ചർ ചെയ്യണമെന്നും ഏട്ടനും ഒക്കെ എന്നോട് പറയുന്നുണ്ട്. ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇരവികുളത്തേക്ക് കയറണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ആ പ്ലാനൊക്കെ പകുതി വഴിയെ തന്നെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിരുന്നു. കുണ്ടള ഡാം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ വഴിയിൽ കണ്ട ഒരു ചെറിയ കടയിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിരുന്നു. ആൻഡ് മൂന്നാർ എത്തുന്നതിന് മുമ്പ് കുറച്ച് ദൂരം വരെ മഴയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, അമ്മ പറഞ്ഞതുപോലെ തേയിലത്തോട്ടത്തിന്റെ നടുക്ക് നിന്ന് ഞങ്ങൾക്ക് അധികം ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അധികം എന്നല്ല, ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മൂന്നാർ എത്തിയിട്ട് നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിന്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വേണ്ടുവോളം തേയിലത്തോട്ടത്തിന്റെ നടുവിൽ നിന്ന് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോയത്. സോ അങ്ങനെ നമ്മുടെ മൂന്നാർ യാത്രയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ വീഡിയോവും കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തതിന്റെ ചെറിയൊരു വിഷമം എനിക്കുണ്ട്. പക്ഷെ എന്നാലും സാരമില്ല, ഇത്രയെങ്കിലും ഒക്കെ കവർ ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ. ഞാനും കൂടെ അവിടെ പോയി നിക്കട്ടെ. മോളെവിടെ എത്തി?